അതുകൊണ്ട് റസൂലേ, ഞങ്ങളെ വാപ്പാർക്ക് അതിന്റെ കൂലി കിട്ടാൻ, അവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കാൻ ഞങ്ങൾ എന്താ അവരെ പേരിൽ ചെയ്തു കൊടുക്കേണ്ടി? നബി തങ്ങൾ തിരിച്ചു പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ വാപ്പയും ഉമ്മയും മരിക്കുമ്പോ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കും. അന്നൊരു മൈക്ക് കൈമലെടുത്തരും പള്ളിയിലെ ഉസ്താദുമാര്. അപ്പൊ നിങ്ങൾ കണ്ണ് നിറഞ്ഞിട്ട് കൽബ് വിതുമ്പിയിട്ട് നെഞ്ചടറിയിട്ട് ചോദിക്കണം, എന്റെ വാപ്പാക്ക് പൊരുത്തം തരണം, എന്റെ ഉമ്മാക്ക് പൊരുത്തപ്പെട്ടി തരണം, ഒരു കത്തടിച്ച് എല്ലാ പള്ളിയിലും കൊണ്ട കൊടുക്കണം എന്നല്ല. നിങ്ങൾ മരിച്ച വാപ്പാക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നും അല്ല. നിങ്ങൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു 100 ഹജ്ജ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെ ഒരു 10 ഉംറ മതി, ഇനി 1 ഹജ്ജ് ചെയ്ത് കൊടുത്താൽ മതി, ഉമ്മാക്ക് ആ കുറ്റൊക്കെ പൂർത്തിയാക്കപ്പെടും എന്നല്ല. ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. അതുകൊണ്ട് ആ റബീഉൽ അവൽ 12 വഫാത്താകുന്ന നബി തങ്ങൾ റബീഉൽ അവൽ 10 മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങി. 12 വഫാത്താകുന്ന റസൂലുള്ള ശരീരത്തിന്റെ ചൂടും ക്ഷീണവും വകവെക്കാതെ 10 അന്ന് സഹാബത്തിന്റെ തോളിൽ കയറി മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ചരിത്രം പഠിച്ചു നോക്കിങ്ങള്. ഇന്ന് റസൂലുള്ളാന്റെ അയലത്ത് പോലും എത്താൻ യോഗ്യതല്ലാത്ത എനിക്കും പകയും വെറുപ്പും മനസ്സ് കൊണ്ടടക്കാനേ താല്പര്യമുള്ളെങ്കിൽ നെറ്റിയിലെ നിസ്കാരത്താകുമ്പോ ഉടുക്കുന്ന പർദ്ദയോ ഓതി തീർത്ത ഖുർആനോ ചെയ്ത ഹജ്ജോ പടച്ചോ മണ്ണിന്റെ അടിക്ക് തരൂല, കുടുംബം നന്നാക്കാത്ത കാലത്തോളം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല രീതികൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഫിത്നയുടെയും തുടക്കം കുടുംബത്തിലേക്ക് കയറി വരുന്നത് റീൽസുകളിലൂടെയാണ്. ഇന്ന് റീൽസിന് അഡിക്റ്റഡ് ആ കുടുംബം. ഒന്നുകിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം. ഉമ്മാരും വാപ്പാരും മക്കളും ഒക്കെ 15 സെക്കൻഡിന്റെ റീൽസിന്റെ മായാലോകത്ത്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം കുറയുന്നു. ചീക്കോ നങ്ങാടിയിലേക്ക് നാളെ പകല് മുഴുവനും കരണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ കാണാം മുറ്റത്തും ആടെയും പറമ്പിലും ഒക്കെ. കാരണം എല്ലാവർക്കും സമയം ഉണ്ടാകും. എന്നാൽ കിട്ടുന്ന സമയം മണിക്കൂറുകൾ അത്രയും മൊബൈലിന്റെ മുൻപിൽ ഇരിക്കുമ്പോ സ്നേഹം കുറയുന്നു, ബന്ധങ്ങൾ അകലുന്നു, ശത്രുത കൂടുന്നു. ആർക്കും ആരുടെയും സങ്കടങ്ങൾ അറിയാനോ ആർക്കും ആരെയും മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന്റെ പേരിൽ പലതും നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമിൽ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നമ്മളെ മക്കളെ സംസ്കാരം പഠിപ്പിക്കുമ്പോ ഇസ്ലാം പഠിപ്പിച്ച രീതി എന്ത് എന്ന് ഓരോ രംഗത്തും നമ്മൾ കാണിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതിനെന്തു വേണം? നമുക്ക് ഇൽമുണ്ടാവണം, നമുക്ക് അറിവുണ്ടാവണം. നമ്മൾ മക്കളെ ഒരു ഖുർആൻ ക്ലാസ്സിന് പറഞ്ഞയച്ചിട്ട് എനിക്കുള്ള അറിവ് മതി, ഞാൻ മദ്രസയെ പഠിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചാ പോരാ. ഓരോ കാര്യത്തിലും നമ്മളെ അറിവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ എന്ത് ചെല്ലണമെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോമ്പ് വെൽക്കുമ്പോഴും തുറക്കുമ്പോഴും പറയേണ്ടതെന്നൊന്നും ആരും ക്ലാസ് എടുത്തു കൊടുക്കണ്ട. ഒരു ഉംറക്ക് പോകാൻ ഈ ചീക്കൊന്ന് പ്രദേശത്തുള്ള ഒരു ഉമ്മയോ വാപ്പയോ റെഡി ആയാൽ ആദ്യം ചോദിക്കെന്താണെന്നറിയോ? ക്ലാസ് എപ്പളാ, ആരാ അമീർ? കാരണം അത് ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ പോകും. ഇനി ഒരു വിവാഹം സംഘടിപ്പിക്കുമ്പോ എത്ര രക്ഷിതാക്കൾ ചോദിക്കലുണ്ട്, വിവാഹത്തിന്റെ ഇസ്ലാമിക സുന്നത്ത് എന്താണ്, ഇസ്ലാമിന്റെ മര്യാദ എന്താണ്? ആർക്കൊരു നോട്ടവും ഇല്ല. മറ്റുള്ളവന്റെ കല്യാണ വീട്ടിൽ എന്ത് കാണുന്നോ അത് നമ്മളെ കല്യാണപ്പുരയിലും വേണം. അങ്ങനെ വന്ന ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ബ്രൈറ്റ് ടു മീ, ഗ്രൂം ടു മീ, അരികുത്ത് കല്യാണം, സേവ് ദി ഡേറ്റ്, ഒക്കെ വെറൈറ്റികളാ. വിവാഹത്തിന്റെ മുൻപേ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ ഞാൻ എന്റെ പ്രഭാഷണത്തിൽ തന്നെ പറയാറുണ്ട്, പണ്ടൊക്കെ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കാണാൻ പോകുന്ന ചെറുപ്പക്കാരന് ആകെയുള്ള ഒരു ചെലവെന്തായിരുന്നു? ഒന്നെങ്കിൽ ഒരു 2 പാക്കറ്റ് മുട്ടായി, അത് 200, 300, 400, ഇനി 500. ഇപ്പൊ കഴിഞ്ഞ മാസത്തിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ഒരു കല്യാണം തെറ്റിപ്പോയി. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? മുട്ടായിന്റെ വലിപ്പം കുറഞ്ഞുപോയി. ഓൻ പ്രതീക്ഷിച്ചത് വലിയ മുട്ടായി ആയിരുന്നു, കുട്ടി പ്രതീക്ഷിച്ച് കിട്ടിയത് 3000 റുപ്യന്റെ മുട്ടായി അവൻ കൊടുത്തിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ആ കുടുംബത്തിൽ വന്നോൽക്കാൻ പോയ വീട് കാണിച്ചു തരും. പിറ്റേന്ന് രാവിലെ ആ വീട്ടിന്റെ മുറ്റത്തേക്ക് ആ മുട്ടായിന്റെ കവർ കൊണ്ടുവച്ചിട്ട് ബ്രോക്കർ പറഞ്ഞോലെ ഓല് മുന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബക്കാർ വെച്ചോലെ എന്താ കാരണം പറയേണ്ടി? വാപ്പ ദീനിയായ വാപ്പയാ, ചെറുപ്പക്കാരൻ ദീനിയായ ചെറുപ്പക്കാരനാ. അപ്പൊ എന്താ കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോ പിന്നെ കിട്ടിയ മറുപടി മുട്ടായിന്റെ വലിപ്പം കുറഞ്ഞു എന്നാ. ഇപ്പൊ ഞാൻ ഉമ്മാരോട് ചോദിക്കലുണ്ട്, ഉമ്മാരെ നിങ്ങൾക്കൊക്കെ ഒരു നിലപാടില്ലേ? നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കി. ഞാൻ കുറ്റം പറയല്ലോ. എന്തൊരു സൗന്ദര്യവും എന്തൊരു ഇസ്സത്തും നിങ്ങളെ മുഖത്ത്. നിങ്ങളെ കാലിന്റെ ചോട്ടിൽ ആ പടച്ചോൻ സ്വർഗം പടച്ച്, സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചോൻ ഒരൊറ്റ കൂട്ടർക്കെ തുറന്നു കൊടുക്കൂന്നാ പറഞ്ഞു. ആർക്കാ? ഉമ്മാരെ ഇങ്ങക്കാ. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാന്നറിയ നിങ്ങൾക്ക്? എല്ലാരും നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാന്നേ കേട്ടിട്ടുള്ളൂ. നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാ, നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാ, സ്വർഗത്ത് കൂടുതലും പെണ്ണുങ്ങളാ.
നരകത്തിൽ മാത്രമല്ല, ഇതിന്റെ ഒക്കെ യോഗ്യത പടച്ചോ നിങ്ങൾക്ക് തന്നതേ നിങ്ങൾ ആ ഇസ്സത്തിൽ കുടുംബം കൊണ്ടടക്കാൻ വേണ്ടിയാ. പക്ഷെ ഇന്നെന്താന്ന് ചോദിച്ചാ, ആദ്യം തന്നെ കുടുംബത്തിന്റെ ഗ്രൂപ്പിൽ വരും ആരൊക്കെയാണ് മുട്ടായി കൊടുക്കാൻ പോരുന്നത്. നോക്കുമ്പോഴേക്ക് കയ്യുയർത്തലൊക്കെ ഒരു 5 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെ ഫോൺ തന്നെ വിളി വരും. പിന്നെ ഓരോരുത്തർക്കും ബേജാറാ, പടച്ചോനെ ഇഞ്ച കൈമലിപ്പ് എന്താ കിട്ടുകയെന്ന്. മുന്നിൽത്തോളെ കൈമല് കിറ്റ്കാറ്റിന്റെ ഗോപുരം, രണ്ടാമത്തോളയില് എക്ലെയറിന്റെ താജ്മഹൽ, മൂന്നാമത്തോളയില് ഡയറി മിൽക്കിന്റെ കുത്തുബ് മീനാർ, അതിന്റെ ബേക്കിൽ വള, അതിന്റെ ബേക്കിൽ ഫോണ്, അതിന്റെ ബേക്കിൽ പിന്നെ തട്ടം കുപ്പായം ചുരിദാർ, അതിന്റെ ബേക്കിൽ അടിവസ്ത്രം, അതിന്റെ തായോട്ട് ഇന്നർ, ബേക്കിൽ കാലം കൊടയും പിടിച്ചിട്ട് 2 വയസ്സന്മാരുണ്ടാവും. കുറ്റം പറയല്ല. എന്നിട്ടത് ഇതിപ്പോ എന്തിനാ? മുന്നിൽ ഒരുത്തുണ്ടാകും ക്യാമറയേറ്റ് കുടുംബത്തില്. അങ്ങനത്തെ നിലവാരല്ല പരിപാടിക്കൊന്നും പോരുതിട്ടോ ആണുങ്ങള്. ചില മക്കളോട് ആദ്യമേ പറയും, എന്റെ എന്താ ഫോണ്? ഐഫോൺ. ഈ പോന്നോ? എന്തിനാ ഫോണ്? വീഡിയോ എടുക്കാൻ. എന്നിട്ട് ഓനെ മുന്നിൽ പറഞ്ഞിട്ട് പറയും, ഈ ബൈക്കുമ്പോ പോയാൽ കാർ ഇങ്ങനെ വരുന്നത് സ്ലോ മോഷൻ എടുക്കണം. ഞാൻ പറയാറുണ്ട്, ചില നിക്കാഹിനൊക്കെ ചിലരിന്നെ വിളിക്കും. എന്നിട്ട് എന്നോട് പറയും 11 മണിക്കാ മൗലവി നിക്കാഹ്, നിങ്ങൾ കറക്റ്റിന് എത്തിക്കോളൂ എന്നറിയും. ഞാനെല്ലൂടെയും വെപ്രാളപ്പെട്ട് ബേജാറായിട്ട് 10:55 എത്തുമ്പം വീട്ടിൽ കയറി ചെല്ലുമ്പോ അവരെന്നോട് അറിയും, നിങ്ങൾ വരാൻ ലേറ്റായ ബേജാറാകുമെന്ന് പേടിച്ചിട്ടാ പാന്നര കാട്ടോ നിക്കാഹ്. ഒരു 11:25 ആകുമ്പം കാണാം വീട്ടിലുള്ള പിയാപ്പനോട് വാപ്പറയും, പോയോ ഒരുങ്ങടോ, മൊയിലിയാരൊക്കെ വന്ന് ഓൻ കാണാം 5-6 ചെക്കന്മാരെ കൂടെ അകത്തേക്കൊന്നും. ഇതൊന്നും വേണ്ടാന്നല്ലോ. പക്ഷെ ഞാൻ പറയുന്ന നിങ്ങൾ ബാക്കി ചിന്തിച്ചാൽ മതി. അവസാനം 11:45, 12, 12:10 ഒരുങ്ങി പുറത്തേക്ക് ഇങ്ങനെ പിയാപ്പിൾ എങ്ങനെ വരും 10-15 കൂട്ടുകാരെ കൂടെ. എന്നാ വാതിൽ കടന്ന് പുറത്തേക്ക് എത്തുക ഇല്ല. കാരണം എന്താ? ക്യാമറമാൻ ചെന്നിട്ട് പറയും, പെട്ടെന്ന് ഇറങ്ങരുത്, വലത്തേക്കാൽ ഇങ്ങനെ സ്ലോ മോഷനിൽ വെക്കണം. ഓൻ സ്ലോ മോഷനിലാക്കി തരും. എന്നിട്ട് നേരെ ചെന്നിട്ട് ഇങ്ങനെ വാപ്പാനെ ഒന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. ആയുസിൽ വാപ്പാന്റെ മേത്തോടാത്തോനായിരിക്കും. അതും ക്യാമറ കിട്ടണം. പിന്നെ ഉമ്മാന്റെ അടുത്തോണം കുനിഞ്ഞു നിൽക്കണം. ഉമ്മാനൊന്ന് അണച്ചു വിട്ടണം. ഉമ്മയൊരു ഉമ്മയൊക്കെ തരും. ഏത് 2ാം വയസ്സ് കിട്ടിയ ഉമ്മ പിന്നെ കിട്ടുന്ന 24ാമത്തെ വയസ്സിൽ വീണിട്ടാൻ പോകുമ്പോഴാ. അതിനുശേഷം വല്യമ്മ ഉണ്ടാകും. ആയുസിന് വല്യമ്മന്റെ അടുത്ത് പോയി നോക്കാത്തവൻ, വല്യമ്മ ഒരു ആവശ്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കാത്തൻ. അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കാട്ടുകാരോടും കാരണവന്മാരോടൊക്കെ അങ്ങനെ സമ്മതം വാങ്ങി അങ്ങനെ വേദിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ 12:33. അപ്പൊ കാണാ ഈ ഏൽപ്പിച്ച തല നരച്ച ചില കാരണവന്മാരോ കുടുംബത്തിലുള്ള മാമന്മാരൊക്കെ വന്നിട്ട് ഇന്റെ ചൂട്ടിലൊക്കെ പറയും, ബാങ്ക് കൊടുക്കാനായിട്ട് വേഗം അങ്ങ് നിർത്തിക്കാൻ വേണ്ടിട്ടോ. ഇതെന്നെ ഒരു ബർക്കത്തില്ലായ്മയാണ്. ഇത് തന്നെ ഒരു ബർക്കത്തില്ലായ്മയാണ്. കാരണം 100 കണക്കിന് മനുഷ്യന്മാരെ 1 മണിക്കൂർ അങ്ങ് നഷ്ടപ്പെടുത്തി. ആ 1 മണിക്കൂറിന്റെ കണക്കെ വാപ്പാരും മക്കളും ഉമ്മയും കെട്ടിയോനും കെട്ടിച്ചോളും. പടച്ചോനോട് പറയാൻ റെഡി ആയിക്കോ. ചില്ലറക്കാരിയല്ല. ഞങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ കാരണം ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഞാൻ പടച്ചോനോട് പറയും, വിളിച്ച് നാണം കെടുത്തി ഇരിപ്പിച്ചതാ റബ്ബേ, ഒരു കാരണവും ഇല്ലാണ്ട്. ആ 10 മിനിറ്റിന്റെ കണക്ക് ഓൻ പറയും, ഞാൻ ചൂണ്ടി പറയും, അള്ളാനോട് പറയും. ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം ആ 10 മിനിറ്റിന് പടച്ചോങ്ങളെ വേർപ്പിൽ നിർത്തും. ഇതിന്റെ വാക്കല്ല, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാ, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നു. പിന്നെ ഓരോരുത്തരും തെരയലായി, നോക്കലായി, പരിഗണനയായി. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം അവളെ നിറത്തിന്റെ പേരിൽ കുടുംബക്കാര് കുറ്റപ്പെടുത്തിയെന്ന്. കല്യാണത്തിന്റെ അന്ന് പെൺകുട്ടീനെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു, എന്റെ ഭാഗ്യ മോനെ ലോട്ടറി അടിച്ചതാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഏത് കർത്തേനെയും വെളുപ്പിച്ച് ചുവപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോ ബാപ്പൻ അങ്ങനെ നോക്കിക്കുന്നത് കാണാം, ഇത് ആരെ മോളാണ്. അത്രയേറെ ബ്യൂട്ടീഷ്യന്മാർക്ക് പൈസ കൊടുക്കുന്നോലെ. ഞാൻ അതിന്റെ കൂടെ പറയട്ടെ, ചുണ്ട് ചുവപ്പിക്കലും പിരികം പഠിക്കലും ഒക്കെ ഇന്ന് തുടങ്ങിയതല്ല. 1400 കൊല്ലം മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ ഹബീബ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് കണ്ണു കലങ്ങിയിട്ട് പറഞ്ഞു, ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരെ? അന്നാമിസാത്തു വൽ മുതനമ്മിസാത്തു അൽ വാസിമാത്തു വൽ മുതവസ്സിമാത്തു. പിരികം വടിക്കുന്നവളെയും വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ സംശയമുണ്ട്, അറബി അറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ പൊരയിലുണ്ട്, നിങ്ങൾ തെരഞ്ഞോ. പിരികം വടിക്കുന്നവളെയും വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. ഇന്ന് വടിക്കാന്നല്ല പറയാ, അതൊക്കെ മോശം ഏർപ്പാടാ, പ്ലക്ക് ചെയ്യാൻ. എന്നാ പിന്നെ പരിഷ്കരിച്ചു. ഇപ്പൊ അങ്ങനെയാണല്ലോ. ആരാ ഒരു കാലഘട്ടത്തിൽ ഏതോ ചെക്കന്റെ കൂടെ പെൺകുട്ടീനെ കണ്ടാലോ ചീക്കൊന്ന് അങ്ങാടിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെയും ആണിനെയും കണ്ടാൽ നല്ല ജാരനും ജാരത്തിയാന്നാ പറയാ. ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. കാരണം മംഗലാപുരത്ത് പഠിക്കാൻ പോയ പെൺകുട്ടി ഒരാഴ്ചക്ക് അവധി കിട്ടിയെന്ന് കുടുംബക്കാരറിഞ്ഞപ്പോ മോളെ വിളിച്ചിട്ട് ഉമ്മ ചോദിച്ചു, മോളെ നാട്ടിക്ക് പോ, ഒരാഴ്ച അവധിയല്ലേ. മകള് തിരിച്ചു പറഞ്ഞു, ഉമ്മ കമ്പയർ സ്റ്റഡി ഉണ്ട്, പഠിക്കാൻ ഇവിടെ നിൽക്കുക. വെള്ളിയാഴ്ച വിളിച്ചമ്മ കേൾക്കുന്നത് ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫ്ളാറ്റിൽ ഒരു റൂമിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു.
അന്വേഷണത്തിന് വന്ന പോലീസുകാരൻ തൊട്ടടുത്തുള്ള കൂട്ടുകാരോടും അടുത്ത് താമസിക്കുന്നവരോടും ചോദിച്ചു, ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ബെസ്റ്റിയായിരുന്നു. ഇപ്പൊ ബെസ്റ്റിയാ, ജാരനല്ല. ജാരന്റെ പരിഷ്കരിച്ച പേരാണ് ബെസ്റ്റി. അനുവദിക്കപ്പെടാത്ത ഹലാലല്ലാത്ത ബന്ധത്തിലേക്കുള്ള യാത്ര, പരിഷ്കരിച്ച ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി വെപ്രാളപ്പെട്ടോടുക നമ്മള് എല്ലാ രംഗത്തും. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? പേരറിയാത്ത എത്ര സൂക്കേടാന്നറിയോ മനുഷ്യരെ? ഈ പവറൊക്കെ എന്തുകൊണ്ടാ? അല്ല ഇപ്പോഴും നിങ്ങളെ കാക്കുന്നത് കൊണ്ടാ അല്ലേ? ഞാൻ പറയാറുണ്ട്, 12 ഞരമ്പുകളെ കൊണ്ടാണ് പടച്ചോൻ കണ്ണു പടച്ച്. 12 ഞരമ്പുകൾക്കും പടച്ചോൻ ഓരോ നിറവും ഓരോ അടയാളവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ കസേരന്റെ ചുവപ്പാ നിന്റെ കണ്ണിലെത്തുന്നത് സെക്കൻഡ് വ്യത്യാസത്തിലാ. സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ അത് നോക്കുമ്പോഴേക്കും അത് ചോപ്പാണ് എന്ന് എന്റെ കണ്ണിന്റെ ഞരമ്പുകളിലൂടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തി, ആ തലച്ചോറിനെ മനസ്സിനെ ബോധ്യപ്പെടുത്തി, ആ മനസ്സിലൂടെ നാവുമ്മൽ വെച്ചിട്ട് പടച്ചോൻ പറഞ്ഞു ചുവപ്പാ, ഇത് കറുപ്പാന്ന്. 12 ഞരമ്പുകളെ കൊണ്ട് വർണ്ണലോകത്തിന്റെ വിസ്മയം കാണിച്ചെന്ന ഈ ഞരമ്പിൽ ഒന്നിനൊരു ക്ഷീണം പറ്റിയാലുണ്ടല്ലോ, കുടുംബം വിറ്റ് ചികിത്സിച്ചാലും അത് തിരിച്ചിട്ടൂല. ഇനി ഞാൻ പറയാറുണ്ട്, ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള ഒരു ഡയാലിസിസ് സെന്ററിന്റെ മിഷൻ, ആ മിഷൻ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിരിവെടുക്കാൻ തുടങ്ങി പള്ളിന്ന്. ഞാൻ ചോദിച്ചു, മിഷൻ എത്രയാ അതിന്റെ സർവീസിന് വില? ഒരു പറഞ്ഞു 70,000 കൊടുക്കണം. മിഷൻ 6-7 ലക്ഷം റുപ്യ. ഈ പറയുന്ന മിഷന്റെ ഉപകരണത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഡയാലിസിസ് മിഷന്റെ അതിൽ 2 വയറുകൾ ഉണ്ടാകും. ഒരു വയർ ഒരു ഞരമ്പ് ഇങ്ങോട്ട് കുത്തും, ബ്ലഡ് ഒക്കെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അത് അതിന്റെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിച്ച് വേറൊരു വയറിൽ കൂടെ അടുത്ത ഞരമ്പിലേക്ക് കുത്തിക്കയറ്റും. ബ്ലഡിന്റെ ശുദ്ധീകരണത്തിനാണ് ഡയാലിസിസ് മെഷീൻ. ആ ഡയാലിസിസ് മെഷീന്റെ വില 8 ലക്ഷം. 3 കൊല്ലത്തെ അവരെ വാറണ്ടി എന്ന് പറയുന്നുള്ളൂ. പിന്നെ സർവീസ് നടത്താൻ ഓരോ കൊല്ലവും 70,000 വേണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് 42 വയസ്സായി. 42 കൊല്ലായിട്ട് നെഞ്ചിന്റെ ഉള്ളിലെ കിഡ്നി, ആ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം ഡയാലിസിസിന്റെ മിഷൻ ചെയ്യുന്ന പ്രവർത്തന. ഡയാലിസിസിന്റെ മിഷൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കിഡ്നിയാണ്. ഒരു മെയിന്റനൻസ് പടച്ചോൻ എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു ദിവസം പോലും പടച്ചോൻ അത് പ്രവർത്തിപ്പിക്കാതിരുന്നിട്ടില്ല. ഇന്നും അതിൽ ലിറ്റർ കണക്കിന് ബ്ലഡ് കയറുന്നു ഇറങ്ങുന്നു. ചെറുകൊടലും വൻകൊടലിലൂടെയും ചെറിയ രോമങ്ങളെ പോലെയുള്ള കൊടലിൽ പറ്റിക്കിടക്കുന്ന രോമങ്ങളിലൂടെ പടച്ചോൻ മാംസത്തെയും സസ്യത്തെയും ഘടകങ്ങളാക്കി കഷണങ്ങളാക്കി ദഹിപ്പിച്ച് ആവശ്യമുള്ളത് മനുഷ്യന്റെ രക്തത്തിലേക്കും ആവശ്യമില്ലാത്തത് വിസർജനാളത്തിലേക്കും കൊണ്ട് എത്തിച്ചേരുന്നു. ഒരൊറ്റ രാത്രി വയറ് പണി മുടക്കിയാൽ തീരാവുന്ന പവർ എനിക്ക് ഇങ്ങക്കുള്ളൂ. ഒരൊറ്റ രാത്രി പടച്ചോൻ തരുന്ന നിയമത്തൊക്കെ ശരീരത്ത് കിട്ടുമ്പോഴും ജീവിതത്തിൽ കിട്ടുമ്പോഴും അതിങ്ങനത്തെ നിലവാരം കുറഞ്ഞ ഏർപ്പാടിനൊന്നും നിങ്ങൾ പോരുത്. ഇതൊക്കെ ആർഭാടങ്ങളും പൈസന്റെയും കൊടികുത്തിയ കളികളായി മാറുമ്പോ ചിലരൊക്കെ ന്യായീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാന് 16 കൊല്ലങ്ങൾക്ക് മുൻപ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടോ, 16 കൊല്ലങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന MMI സ്കൂളിന്റെ തൊട്ടു മുൻപിലുള്ള പള്ളിയിലാണ് ഷാദുലി പള്ളി. അതിന്റെ ഏകദേശം ഒരു 10 മീറ്റർ ചുറ്റളവിലാണ് ഓഡിറ്റോറിയം, ഒരു ഗ്രാൻഡ് ഓഡിറ്റോറിയം ഉള്ളത്. അവിടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കല്യാണം ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കല്യാണത്തിന്റെ വെറൈറ്റി പ്രത്യേകത? അപ്പൊ എന്നോട് പറഞ്ഞു, തലേന്ന് എല്ലാവരും മഞ്ഞ. അപ്പൊ ഞാനിതെന്താ ഒരു മഞ്ഞലൊടു, മഞ്ഞപ്പൂവ്, മഞ്ഞ, എല്ലാം മഞ്ഞ. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ കുടുംബക്കാരൻ പറയാ, എന്നോട് കുടുംബക്കാരൊക്കെ പറഞ്ഞു മഞ്ഞ കല്യാണാണ്, അതൊരു പുതിയ ആചാരാണല്ലോ മൗലവി, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് പ്രസംഗിച്ചു, അത് ശരിയല്ല. കാരണം തുടങ്ങി വെക്കുന്ന പലതും നമുക്ക് നിർത്താനാവൂല. 1940-ലും 50-ലും കേരളത്തിലെ പ്രമാണിമാരായ വാപ്പാര് അവരെ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ തറവാടിന്റെ പോരിശയും പണത്തിന്റെ വലുപ്പവും കാണിക്കാൻ വേണ്ടി പെൺമക്കളുടെ കഴുത്തിലും കാലിലും 100-ഉം 150-ഉം പവനിട്ട് കൊടുത്തു. 1960 ആകുമ്പോഴേക്കും കേരളത്തിലെ ആൺകുട്ടികൾ പറഞ്ഞു, എനിക്കൊരു 25 പവനോ 50 പവനോ 25 ലക്ഷം റുപ്യോ കിട്ടിയില്ല, ഒറ്റ പെണ്ണിനെ ഞാൻ കെട്ടൂല. എത്ര പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി വാപ്പാര് കടെടുക്കേണ്ടി വന്നു, എത്ര കുടുംബത്തിന് പണയപ്പെടുത്തേണ്ടി വന്നു, എത്ര മക്കൾക്ക് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നു. തുടങ്ങി വെക്കുന്ന മാതിരി എളുപ്പല്ല മനുഷ്യരെ അത് നിർത്താൻ ഏത് കാര്യവും. അങ്ങനെ അത് പ്രസംഗിച്ച സമയത്ത് പിറ്റേന്ന് മുതല് ഭയങ്കര വിമർശനം. എന്നോട് ഓരോരുത്തർ ഫോൺ വിളിച്ചിട്ട് ചീത്ത, അല്ലാണ്ട് കുറെ കുറ്റപ്പെടുത്തലുകൾ. നിങ്ങൾ എന്തിനാപ്പത് പറയാൻ പോകുന്നത്? ഓലെ പൈസയല്ലേ, ഓൽക്ക് ചെയ്യുന്നതിന് എന്താണെന്നൊക്കെ. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചത് അന്ന് ഇന്ന് ഒരു ചോദ്യമാണ്. ഈ 2 കണ്ണ് പടച്ചോൻ തന്ന എന്റെ മുഖത്താ, അതിന്റെ അർത്ഥം ഈ 2 കൊണ്ട് എനിക്ക് എന്തും കാണാന്നല്ല.
ചിലത് കാണരുത് എന്ന് പടച്ചോനാ പറഞ്ഞു. ഇതിന്റെ രണ്ട് നാവിന്റെ ഇടയിൽ, തൊള്ളന്റെ ഇടയിൽ, അല്ലെങ്കിൽ ചുണ്ടിന്റെ ഇടയിലുള്ള നാവ് ഇന്റതാ. ഇതുകൊണ്ട് എന്തും പറയാന്ന് പടച്ചോനോട് പറഞ്ഞിട്ടില്ല. ചിലത് പറയരുത് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മുഖത്തിരിക്കുന്ന ചെവി കൊണ്ട് എനിക്ക് എന്തും കേൾക്കാന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ചിലത് കേൾക്കരുത്, കേൾക്കാൻ നിൽക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റബ്ബ് പറഞ്ഞു പൈസ നിങ്ങളുടേതായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് തോന്നിയ മാതിരി ഉപയോഗിക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ചോദിക്കുന്നു, അന്ന് അവർ വിമർശിച്ചവരൊക്കെ പിന്നീട് ഇന്നിപ്പോ അതവിടെ എത്തി? ഒരു മഞ്ഞമ്മല് നിൽക്കുവോ?